ഹലോ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് സുധിയേട്ടനോട്ടേക്കൊക്കെ നേരത്തെ പോകണം. ഒരു 7 മണിയാകുമ്പോഴത്തേക്കും പോകണം. അപ്പോൾ ഞാൻ നേരത്തെ വിളിച്ച് പിന്നെ ഇവിടുത്തെ പണിക്കാർ ഒരു 7 മണിക്ക് വരുന്നുണ്ട്, നേരത്തെ വരുമെന്ന്. അപ്പോൾ നേരത്തെ വിളിച്ച് ചായയും കടിയൊക്കെ പോയി ഉണ്ടാക്കട്ടെ, എന്നിട്ട് ബാക്കി കാണാം. ദോശ, ഗോതമ്പിൻ്റെ ദോശ കേട്ടോ, ഗോതമ്പ് പൊടിയുടെ ദോശ ഉണ്ടാക്കണം. പിന്നെ ചായ ഇതൊക്കെ തളിക്കുന്നു. എന്നൊക്കെ ചായ കുടിക്കാം കേട്ടോ. രാവിലെ പണിക്ക് പോകാൻ ഒന്നിനും സുഖം പറഞ്ഞില്ല. ഗോതമ്പ് ദോശയാണ്. ഈ ദോശ എങ്ങനെ ആവാൻ കാരണം വെളിച്ചെണ്ണയാണ്. ഞങ്ങൾ ഓയിലെല്ലാം ഉണ്ടാക്കണത് ഉണ്ടാക്കാറിയാണ്ടിട്ടല്ല, വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ആയത് കേട്ടോ. ഇപ്പം മുറിഞ്ഞു പോയത് ഞാൻ കത്തി കൊണ്ട് ഇതാക്കിയിട്ട് അടുത്തത് തന്നിട്ട്. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. 7 മണിക്ക് തന്നിട്ട് 7 മണി കഴിഞ്ഞ് പണിക്ക് പോകുമ്പോൾ. ഹലോ, അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. സുധിയേട്ടനും ഉണ്ണിയൊക്കെ ചായ കുടിച്ച് പോയി. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ പുഴുങ്ങിയത്, പഴം പുഴുങ്ങിയതും കോഴിമുട്ട ഇട്ടോ. ഞാൻ ചിലപ്പോൾ രാവിലെ കഴിക്കാം, ഇല്ലെങ്കിലൊന്നും കഴിക്കും. ഇല്ലെങ്കിൽ ചായൻ്റെ കടി കഴിക്കും. കുറച്ച് കഴിഞ്ഞാൽ ചായൻ്റെ കടി അടിക്കും കേട്ടോ. പക്ഷേ രാവിലെ പഴം പുഴുങ്ങിയതും കോഴിമുട്ട ഇല്ല, അതുകൊണ്ട് പഴം പുഴുങ്ങിയ മാത്രം. അത് ഇതൊന്നും ഇല്ല കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ. ഞാൻ അപ്പം അത് ഉണ്ടാക്കിയോണ്ട് കാണിച്ചോളൂ. ഇപ്പോൾ ഒരാഴ്ചൻ്റെ അടുത്തായിട്ട് ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്. കോഴിമുട്ട വാങ്ങാൻ മറന്നുപോയി. അതാ ഇതാ അടുപ്പത്ത് ചോറിനുള്ള വെള്ളം വെച്ചിട്ട്. ഇന്ന് പണിക്കാർ നേരത്തെ വന്നല്ലോ, അപ്പോൾ ഒഴുക്ക് നേരത്തെ കഞ്ഞി എടുക്കണ്ട, അപ്പോഴത്തേക്ക് ആയാൽ മതി ചോറ്. അപ്പോൾ അത് 8 മണി കഴിഞ്ഞു. പിന്നെ ഈ പഴം നല്ല നാടൻ പഴം കഴിക്കണം, നല്ലത്, തടിക്കാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. ഞാൻ തടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും കഴിക്കുമെന്ന് പറയാം. പിന്നെ എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയും പറയാം കേട്ടോ. ട്രീറ്റ്മെൻറ്റ് എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയുന്നുണ്ട്. തടിക്കാൻ വേണ്ടി ഞാൻ കഴിച്ചിരുന്നു പഴം കോഴിമുട്ടയൊക്കെ. രാവിലെ പഴം കോഴിമുട്ടയും പാലും ഒക്കെ കഴിച്ചിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ഈ കോലത്തിലായി, ഇങ്ങനൊന്നല്ലെന്ന് ഞാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പം ഈ കോലത്തിലായി, ഇതിനെക്കാട്ടും നടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പണിക്കാരതും ഒക്കെ ആയിട്ടൊന്ന് ഒതുങ്ങിയതാണ്. ഞാൻ 41 കിലോ 40 കിലോ അങ്ങനെ എന്തോ ഉണ്ടായിട്ടുള്ളൂ. അപ്പം 52 കിലോ ആയി. അതൊരു എൻ്റെ എഫക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഫുഡ് കഴിക്കും, എനിക്ക് എന്ത് തരത്തിലുള്ള ഫുഡും പറ്റും. എനിക്ക് അങ്ങനെ ഫുഡിനോട് ആണെന്നൊന്നുമില്ല. അതിപ്പോൾ ഞാനിപ്പോൾ എവിടെ പോയാലും സുധിയേട്ടനൊക്കെ ഇവിടെ വിട്ടാൽ പിന്നെ വേറെ ഉള്ളിടത്ത് ഫുഡൊന്നും പറ്റില്ല. പ്രത്യേകിച്ചിട്ട് തമിഴ്നാട്ടിൽ ഞങ്ങളിപ്പോൾ പഴനി പോവുകയാണെങ്കിലും അവിടുത്തെ അരിയൊന്നും പറ്റില്ല, ആ മേവൻ അരി അതൊന്നും പറ്റില്ല. എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഫുഡിനോടൊക്കെ ഇതായിട്ട് തന്നെയാണ്. എനിക്ക് എന്ത് ഫുഡായാലും ഞാൻ കഴിക്കും. അതിപ്പോൾ ഓർക്ക് വേണ്ടാത്ത എന്തായാലും ഞാൻ കഴിക്കും. അങ്ങനെ ഒരു ഫുഡിയാണ് ഞാൻ, അങ്ങനെ പറയാം. അപ്പോൾ പുറത്ത് എപ്പം പോയാലും ഞങ്ങളെന്തെങ്കിലും കഴിച്ചിട്ടേ വരുള്ളൂ. അത് ഇപ്പോഴല്ല, കല്യാണം കഴിഞ്ഞ ശേഷം മുതലുള്ള. കല്യാണത്തിന് മുന്നേ സുധിയേട്ടൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടെന്ന് പറയുള്ളൂ. പക്ഷെ ഇപ്പോൾ പുറത്ത് പോയാലും ഞാൻ കഴിച്ചിട്ടേ വരുള്ളൂ. പിന്നെന്താ, പിന്നെ ചാടിച്ചോളി, ഇന്നിട്ട് ചാടിച്ചിട്ട് വേറെ വീഡിയോ കാണാം. സമയം 9 മണിയാണ്. കണ്ണൻ നല്ല ഉറങ്ങിയപ്പോൾ തന്നെ നടന്നു. പിന്നെ കണ്ണൻ്റെ അച്ഛൻ്റെ കിടക്കൽ ഞാൻ പാലോട്ടി മാറ്റിയ ശേഷം അച്ഛൻ്റെ അടുത്താണ്. ഞാൻ 2 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പാലോട്ടി മാറ്റി. അപ്പോൾ പിന്നെ അച്ഛൻ്റെ അടുത്ത കിടക്കൽ. ഞാൻ പിന്നെ കടയിൽ പോയിട്ട് വരാം. കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. കറിക്കൊക്കെ ഉണ്ട്, ഉപ്പേരിക്കില്ല. പിന്നെ പപ്പടം, പിന്നെ മീൻകാരൻ ഇപ്പോൾ വരും. അപ്പം ഞാൻ മീൻകാരൻ വരുന്ന മുന്നേ കടയിൽ പോയി വരട്ടെ, സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വരാം. ഓക്കെ, ഇങ്ങനെ നടക്കാം കേട്ടോ. കട അവിടെ കുറച്ച് അങ്ങോട്ടേക്ക് പോകണം, അവിടേക്ക് പോകണം. ഞങ്ങൾ വെണ്ടല്ലൂർ സെൻറ്ററിൻ്റെ അവിടെയാണ് ഞങ്ങൾക്കുള്ള കട. പിന്നെ അവിടേക്ക് ബാക്ക് ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടേക്ക് വരല്. ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് പോകാം കേട്ടോ. വാങ്ങണമെന്നും വീഡിയോ എടുത്തിട്ടില്ല. സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് പോവുകയാണെങ്കിൽ എന്നിട്ട് ഇനി കറിക്കുള്ളത് ഞാൻ അരിഞ്ഞ് വെച്ചു. ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ. അപ്പം ഇടയ്ക്ക് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, മുരിങ്ങക്കായ ഉണ്ട്. അപ്പോൾ മുരിങ്ങക്കായ കൊണ്ട് തോരന് പോലെ അങ്ങനെ തേങ്ങ തളിച്ചിട്ടുണ്ടാക്കില്ല തോരൻ. ഞങ്ങളിവിടേക്ക് ഉപ്പേരി എന്നൊക്കെ പറയാം, ചിലർക്ക് തോരന്നത്. പിന്നെ അങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കഞ്ഞിക്ക് കൊടുക്കാൻ. സുധിയായിട്ട് പണിക്ക് എടുക്കുന്നതിന് കുറേ മുരിങ്ങക്കായ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായ നമ്മളിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയായിരുന്നു. മീൻ വാങ്ങാം കേട്ടോ. അപ്പം മീൻ വാങ്ങി, മീൻ എന്താണെന്ന് കാണണ്ടേ. ഇതാ വെത്തലുണ്ട്, പിന്നെ ചെമ്മീനുണ്ട്, രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് വാങ്ങി. വെത്തൽ പൊരിക്കുകയും ചെയ്യാം,
ചെമ്മീൻ പിന്നെ രാത്രിത്തേക്ക് എടുക്കാം ഫ്രൈ ആക്കാൻ. കുറേ ആയി ചെമ്മീൻ ഫ്രൈ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പം ഇനി അങ്ങനെ ചെയ്യാം. ഓക്കെ. മുരിങ്ങക്കായ കൊണ്ട് തോരൻ പോലെ ഉണ്ടാക്കണം തന്നില്ലേ, തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ട് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. നീച്ചിന് കിട്ടും. കാരണം എന്താ 10 മണിയായി നീച്ചപ്പോൾ ഞാൻ ചായ കൊടുക്കുകയാണ്. ഉണ്ടാക്കാൻ തന്നെ പല്ലുണ്ടോ ഇവിടെ? ഒന്ന് കാണിച്ചിട്ട പല്ല്. ഓക്കെ, ഒരു ചാറ്റ് കൊടുത്താളാ. കാറ്റ് കൊടുത്താ. ഒരു ഫ്ലൈങ് കിസ് കൊടുക്ക്. ഫ്ലൈങ് കിസ് കൊടുക്ക്. എങ്ങനെ ഫ്ലൈങ് കിസ് കൊടുക്കുക? കൊടുക്ക്. ഇനി ശ്രീകുട്ടി നീച്ചിട്ടില്ല. ശ്രീകുട്ടി ഇപ്പോഴും ഉറങ്ങും കേട്ടോ. ശ്രീകുട്ടിനെ കുറേ നേരമായിട്ട് വിളിക്കണം. നീച്ചിട്ടില്ല. വിളിച്ചോക്കട്ടെ. പണികൾ ഏകദേശം കഴിഞ്ഞ് ഇനി മീൻ വയ്ക്കാനുള്ള ചെമ്മീൻ ഫ്രൈ ആക്കാനും പിന്നെ വെത്തല ചെറിയ മീനില്ലേ അത് പൊരിക്കാനുണ്ട്. ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ പണിക്കാർക്ക് കഞ്ഞി കൊടുത്ത് സമയം 11 മണിയായി. ഇനി ബാക്കി തുടയ്ക്കലും അടിച്ചുവാരലൊക്കെ ഞാൻ വൈകിട്ട് ചെയ്യുള്ളൂ. വൈകിട്ട് മേലെ കാണുന്ന നേരത്തെ ചെയ്യുള്ളൂ. പിന്നെന്താ നല്ല ചൂടാണ്. എന്തൊരു ചൂടാണെന്നോ. ഞാൻ എൻ്റെ ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് വയ്യാത്ത കുളിക്കും. അമ്മാതിരി ചൂടാവും. ശരീരത്തേക്ക് നോക്കാൻ വയ്യ. കണ്ണ് മഞ്ഞളിക്ക് അങ്ങനെ ഉണ്ട്. 11:45. ഞാനപ്പം മാങ്ങനെ കൊണ്ട് ലൈം എന്തെങ്കിലും പണിക്കാർക്ക് എടുത്തിട്ട്, പണിക്കാർക്കല്ല ഞങ്ങളും കുടിക്കട്ടോ. അപ്പം ഇനി മാങ്ങനെ കൊണ്ട് ലൈം ഉണ്ടാക്കണം. ഓക്കെ. ഇയാൾ ഏകദേശം കഴിഞ്ഞു. സുധിയേട്ടൻ വന്നു. സുധിയേട്ടൻ എന്തോ സാധനം എന്തോ വാങ്ങാൻ വന്നിരുന്നു വളാഞ്ചേരിക്ക്. അപ്പോൾ സുധിയേട്ടൻ ഇട്ട് വന്നു. അപ്പോൾ സുധിയേട്ടൻ്റെ കയ്യിലാണ് ഞാൻ ഓർക്ക് ഒരു ലൈവ് എന്ന് അറിയില്ല, ഇന്ന് നല്ല കട്ട് ചെയ്തില്ലാണ് ജ്യൂസ് പോലെ അടിച്ചു കൊടുത്തത് കൈ കൊടുത്തത്. അപ്പോൾ ഞാനൊന്ന് പോയേക്കട്ടെ. കഴിഞ്ഞ ചോറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഇതാ ഈ മീൻ പൊരിച്ചത്, പിന്നെ വെള്ളരിൻ്റെ കറി, പിന്നെ മാങ്ങ, പിന്നെ എന്താ ചരങ്ങൻ. ഇന്ന് ശ്രീകുട്ടിയും ചോറ് കൊടുത്ത് കണ്ണനും ചോറ് പണി കഴിഞ്ഞു. 2 മണി 2:30 പണി. ഇനി പണിക്കാർക്ക് ചോറ് കൊടുക്കട്ടെ. ചോറ് ഇവിടേക്ക് വരും. അപ്പോൾ ഇവിടുന്ന് ചോറ് കൊടുക്കട്ടെ. കഴിഞ്ഞിട്ട് ഇനി ബാക്കി പരിപാടി നോക്കാം. ഉണ്ണി പണി കഴിഞ്ഞിട്ട് ഇന്ന് പോവുകയാണ്. ഞാൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ച വരുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ ഓനെ കൊണ്ടാക്കാൻ വളാഞ്ചേരി പോവുക. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ലേ പോണതെന്ന്. അല്ല, ഞങ്ങളെപ്പോഴും പോകുമ്പോൾ എന്തായാലും കൊണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ പോവാണ്. പിന്നെ എന്തൊക്കെയാ, പിന്നെ നാളെയാണ് ഞങ്ങൾ അവിടുത്തെ റെസിഡൻസിൻ്റെ പരിപാടി. അപ്പം എന്നോട് ചെല്ലാൻ പറഞ്ഞിരുന്നു. എനിക്ക് പോകാൻ പറ്റൂല എന്ന് വെച്ചാൽ പണിക്കാർ വരും. പിന്നെ സുധാറിന് ഇവിടെ നാളെ പണിയുണ്ട്. പിന്നെ ഇവിടെ ഒരു കുറ്റൂസ് ഉണ്ട് അടുത്ത്. അപ്പം അങ്ങനെ ചെറിയ പരിപാടികൾ. വണ്ടിൻ്റെ സൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പം ഇനി ആണെങ്കിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച കാണാൻ കണ്ണ് തുറക്കാൻ വന്നിട്ട് ഉണ്ണി ഇതാ. പിന്നെ സുജാറിനത് വണ്ടി ഓടിക്കുന്നു കണ്ടില്ലേ, എസ്റ്ററിൻ്റെ ക്ലാസ്സിലൂടെ. ഉണ്ണി പോവുകയാണ് ഗായ്സ്. ഫോട്ടോയുടെ ചെക്ക കാറ്റെടുത്താളാ. മകൻ കാറ്റെടുത്തു. ഒരു മടി നോക്ക 4 നടത്തിയാൽ വിളിക്കണ്ടോ? ആ ശരി, പോരാ. അവിടെയാണ് ബസ് സ്റ്റോപ്പ്. വളാഞ്ചേരി ബസ് സ്റ്റോപ്പ്. നോക്കാം. ഞങ്ങളിത് ആ ഷവർമ്മ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വൈകുന്നേരം ആയില്ല. ഷവർമ്മ കഴിക്കാൻ വളാഞ്ചേരി ഞങ്ങൾ എപ്പോഴും വരുന്ന ഒരു സ്പോട്ടാണ്. ഷവർമ്മയും ലൈമും വന്നിട്ടുണ്ട്. കണ്ണതാ, സിദ്ധാർത്ഥനതാ. സിദ്ധാർത്ഥൻ പിന്നെ കളി കാണാൻ വേണ്ടിയിട്ടാട്ടോ ഫോൺ ഇങ്ങനെ കൈമ പിടിച്ചിരിക്കണത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കഴിക്കും. ഷവർമ്മ കഴിച്ചിട്ടാണ് ഇപ്പം ഇനി വീട്ടിൽ പോവാണ്. കണ്ണന് മിഠായി വാങ്ങി കൊടുത്താണ്. അപ്പോൾ അത് കഴിച്ചിട്ട് എന്നിട്ടിപ്പോൾ വേറെ മിഠായിക്കാണെങ്കിൽ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ പാടത്തേക്ക് വന്നു കേട്ടോ. വെണ്ടല്ലൂർ പാടത്തേക്ക്. ഇവിടെ വരാൻ കാരണം എൻ്റെ എണ്ണ കഴിഞ്ഞാണ്. നീരർത്ത വിളിച്ചാണ് ഞാൻ ശ്രീകുട്ടിയൊക്കെ തലയിക്കൽ. അപ്പം അതിന് കഞ്ഞുണ്ണി പറിക്കാൻ വേണ്ടി തന്നോ. കഞ്ഞുണ്ണിക്ക് അറിയാം, എന്നാലും ചിലപ്പോൾ വേറൊരു ഇല ഉണ്ടല്ലോ കഞ്ഞുണ്ണീനെ പോലെ തന്നെ, ചിലപ്പോൾ അതും പറിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെയാവും. പക്ഷേ ഇവിടെ ഇതാണ് ഞങ്ങളെ പാടം. വണ്ടിയിലിരിക്കുകയാണ്. ശ്രീകുട്ടിയും കണ്ണനും അവിടെ അടുത്തുണ്ട്. അവിടെ അടുത്ത് ബദാമില്ലേ, ബദാം മരം. അപ്പോൾ ഒരു വണ്ടി നിർത്തി അവിടെ ഒരു വീട്ടുമുറ്റത്ത് ബദാമിൻ്റെ ഇതുണ്ട്. അപ്പോൾ ശ്രീകുട്ടി അത് പറിക്കുക. അപ്പോൾ ഞാനിങ്ങനെ മെല്ലെ പോരുകയാണ്. എന്നിട്ട് കഞ്ഞുണ്ണി നോക്കിയിട്ട് കാണിച്ചു തരാം. കഞ്ഞുണ്ണി എന്നിട്ട് കാണിച്ചു തരാം. അല്ല അറിയൂല എന്നല്ല, എന്നാലും ഞാൻ അത് തന്നെയാണോ പറിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതാ ഈ വെള്ള പൂവുള്ള ഈ ഒരു സാധനമാണ് കഞ്ഞുണ്ണി. ഇങ്ങനെ വെറുതെ ഇവിടേക്ക് വന്ന് നോക്കിയപ്പോൾ
കിട്ടിയതാണ്. ഞാൻ അങ്ങനെ നോക്കി പോയിരുന്നു. അവിടെ എന്താ അതിൻ്റെ അവിടേക്കുണ്ട് വേറൊരു ഇത്. അപ്പോൾ അവിടേക്ക് പോയിരിക്കുന്നു. അപ്പോൾ അവിടേക്ക് ദൂരേക്ക് പോകണ്ട, അവിടെ നിന്ന് തന്നെ ഉണ്ട് വേരോടൊക്കെ പറിക്കിട്ടത്. ഇതാണെങ്കിൽ ഇതന്നെ മതി, വേറെ ഇനിയും വേണമെന്നില്ല. ഇതാ ഈ ഒരു സാധനം, ഇതിൻ്റെ ഇലയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒര പോലെ ഉണ്ടാവും. ഈ ഒരു സാധനം ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് ഒര ഉണ്ടാവും. അതാണ് കഞ്ഞുണ്ണി തിരിച്ചറിയുള്ളത്. പിന്നെ ഇത് ഈ ഒരു വെള്ള പൂവ്, ഇവിടെ പൂവ് ഇവിടെ ഉണ്ട്, പൂവ് വെള്ളൊരു പൂവ്. ഇന്ന് ആരാ വരുന്ന നോക്കിയോ, കണ്ണമ്മോനത് അവിടെ നിന്ന് വരുന്നു. എൻ്റെ പിന്നാലെ വരികയാണ്. ഞാൻ വരുമ്പോൾ ഇല്ല അറിഞ്ഞ ആ ബദാം പറിക്കാൻ പോകണന്നിട്ട് ശ്രീക്കുട്ടി ഇതാ വീട്ടിലേക്ക് പോകണം ബദാം പറിക്കാൻ. ചെറിയ പിള്ളമാർ ഇവിടെ കളിക്കുന്നുണ്ട്. ഒരു ഇതും കൂടി കിട്ടിയിട്ടുണ്ട് ഇവിടെ, ഇതും കഞ്ഞുണ്ണിൻ്റെ. അത്രയും കിട്ടി, കുറച്ചും കൂടി ഉണ്ടെന്ന് നോക്കട്ടെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പോകാമല്ലോ വെച്ചിട്ട്. ഇവിടെ ഉണ്ട്, ഇതവിടെ ഉണ്ട്, ഇതും കൂടി പറിക്കട്ടെ. അത്രയും കിട്ടി, ഇത് മതി. ഒരു പിടിയോളം കിട്ടിയാണ്, ഒരു പിടിയിൽ അതിലേറുണ്ട് കേട്ടോ. അങ്ങനെ പിടിച്ചുകൊണ്ടാണ്. ഇതിലും കൂടുതൽ ഞാൻ പറിക്കലൊക്കെ ഉണ്ട്, അവിടെ ഉണ്ട്, അവിടേക്ക് ദൂരേക്കൊക്കെ അങ്ങോട്ട് പോയാൽ ഉണ്ട്. പക്ഷേ ഞാൻ പിന്നെ കണ്ണനതാ പോണ്, സുധിയേട്ടൻ്റെ അടുത്തേക്ക് പപ്പ അറിഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ പോയോക്കട്ടെ. ബാക്കി ശ്രീക്കുട്ടിക്ക് ബദാമും കിട്ടി. കാണിച്ചാൽ ആകെ മണ്ണാണല്ലേ. ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ എന്നല്ല, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ. ഇനി വേറൊരു ദിവസം വേറൊരു ഡേ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ബൈ ബൈ കൊടുക്കും, ടാറ്റാ.